ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ നെക്സ്റ്റ് 1 വീക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇതിൽ ടൈംലെസ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ്, ടൈംലെസ് വീഡിയോ എന്ന് പറയുമ്പോൾ നേരത്തെ എടുത്തു വെച്ച വീഡിയോയിൽ എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരുന്നത് ആ സമയം മുതൽ നിങ്ങൾ നോക്കിയാൽ മതി. വീഡിയോ നമ്മൾ എപ്പോൾ എടുക്കുന്നു എന്നുള്ളത് ഒരു കാര്യമേ അല്ല. കാരണം ഇത് കുറേയധികം ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ടൈംലെസ് എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ നേരത്തെ എടുത്തു വെക്കുന്ന വീഡിയോ അല്ലേ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണ്. നിങ്ങൾ കാണുന്ന സമയം മാത്രമേ നിങ്ങൾക്കിത് ആക്യുറേറ്റ് ആയിട്ട് വരുള്ളൂ. അതാണ് ടൈംലെസ് എന്ന് പറയുന്നത്. പിന്നെ ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത ഒരാഴ്ച നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം. റിലീസാണ്, ഓപ്പർച്യൂണിറ്റി, സിംപ്ലിസിറ്റി, ഹീലിംഗ് കൗസ്, ഗോയിങ് ഫോർവേഡ്. ബ്ലെസ്സിങ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ബ്ലെസ്സിങ്സ് വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ വരുന്നൊരു സമയമായിരിക്കാം ചിലപ്പോൾ ഇത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങൾ എന്തൊക്കെ കാര്യത്തിനാണോ പ്രാർത്ഥിച്ചിട്ടുള്ളത് ആ പ്രാർത്ഥനകളൊക്കെയും നിങ്ങളിലേക്ക് എത്തുന്നൊരു സമയമായിരിക്കാം ഈ ഒരു 1 വീക്ക്. നമുക്ക് ആ ബ്ലെസ്സിങ്സിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് എന്ന്. പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്, പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ്. നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലൂടെ നിങ്ങളിലേക്ക് പൈസ വരും എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തു വെച്ച കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ അൺഎക്സ്പെക്റ്റഡ് മണി നിങ്ങളിലേക്ക് വരാം. അപ്പോൾ ബ്ലെസ്സിങ്സ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം പൈസ തന്നെ ആയിരിക്കാം. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്തായാലും മാറാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ റിലീസാണ്. നിങ്ങൾ പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും വിട്ടുകളയുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കാം. നമുക്ക് നോക്കാം എന്താണെന്ന്. സ്ട്രെങ്ത് വരുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ട്രാവൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്ത് കളയണം എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളിത് ആൾറെഡി തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ വേണ്ടാത്ത എന്തെങ്കിലും റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന, നിങ്ങളെ വേദനിപ്പിക്കുന്ന, മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത തരത്തിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന എന്തെങ്കിലും റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷനോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം നിങ്ങളുടെ അഡിക്ഷൻ. ചില ആൾക്കാരങ്ങനെയാണല്ലോ, മുന്നോട്ടുള്ള ബാക്കി ഒരു കാര്യങ്ങളും കാണാതെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ പെട്ടുപോയാൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലിരിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു കാര്യം, നിങ്ങളുടെ അഡിക്ഷൻ റിലീസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് സ്ട്രെങ്ത് വരുന്നുണ്ട്. ചിലപ്പോൾ ഇത്രയും കാലം അത് വിട്ട് കളയാനുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ഇല്ലായിരിക്കാം. കാരണം ഈ ഒരു കാര്യമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇതുകൊണ്ട് ചിലപ്പോൾ ഫ്യൂച്ചറിൽ വളരെയധികം
ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങളത് വിട്ടുകളയുന്നുണ്ടായിരിക്കാം. പിന്നെ ചില ആൾക്കാർക്ക് ഇതൊരു എന്തെങ്കിലും ഡ്രിങ്കിങ്ങോ സ്മോക്കിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു മൊബൈൽ അഡിക്ഷനോ അങ്ങനത്തെ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അഡിക്ഷൻസ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ വിട്ടുകളയുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതല്ലെന്ന്. പക്ഷെ പല സമയങ്ങളിലും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. പക്ഷേ ഈ സമയം നിങ്ങൾ അത് റിലീസ് ചെയ്ത് കളയാനുള്ളൊരു സ്ട്രെങ്ത് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്, ധൈര്യം വരുന്നു. അപ്പോൾ നിങ്ങളത് പുതിയ ഒരുപാട് സാധ്യതകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കാരണം ട്രാവൽ വരുന്നുണ്ട്, നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചു, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതൊരു പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ അത് ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പുതിയൊരു സ്ഥലത്തേക്ക് എത്തിയാൽ ഈ ഒരു അഡിക്ഷനൊക്കെ മതിയാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളെ നിങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. വളരെ നിങ്ങൾക്ക് ധൈര്യം വരുന്നുണ്ടെന്ന് മാത്രമല്ല, നിങ്ങൾ എന്താണ് എന്നുള്ള നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സമയം കൂടിയാണത്. പിന്നെ ഓപ്പർച്യൂണിറ്റിയാണ് വന്നിട്ടുള്ളത്, ഒരുപാട് സാധ്യതകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ കണ്ടെത്തണം കേട്ടോ. നമ്മൾ ചില കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്താൽ നമുക്ക് ആ കാര്യം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള അത് മാത്രം നമ്മൾ ചിന്തിക്കും. ഇതെങ്ങനെ നന്നാക്കാം, ഇതെങ്ങനെ നമ്മളിലേക്ക് എത്തിക്കാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മാറ്റി വയ്ക്കുക. നിങ്ങളുടെ മുന്നിൽ ധാരാളം സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ കണ്ടെത്താനാണ് പറയുന്നത്. നമുക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകൾ, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഒരു 3 of Swordsൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ എന്തോ കാര്യത്തിൽ നിങ്ങൾ ഭയങ്കരമായിട്ടൊരു വേദനയിലാണ് എന്ന് കാണുന്നുണ്ട്, ഹാർട്ട് ബ്രേക്കിലാണ്. അത് ഇതിലൊരു കാർമിക് ആയിട്ടുള്ള കുറേ ടൈപ്സ് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു പെയിൻ വന്നു, പക്ഷെ നിങ്ങളത് വിട്ടുകളയാതെ വീണ്ടും അതിൻ്റെ പിറകെ പോയി, വീണ്ടും കുറേ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അതും ഹീൽ ചെയ്യാതെ വീണ്ടും നിങ്ങൾ അതിൻ്റെ പിറകെ പോയി. നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും ആ ഒരു കാര്യത്തിൻ്റെ പുറകെ പോയത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടിയ ഒരു ഹാർട്ട് ബ്രേക്ക് ആണ് എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു പെയിനിലിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തത് കൊണ്ട് നിങ്ങളുടെ പല സാധ്യതകളും, നിങ്ങളുടെ മുന്നിലുള്ള ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ കാണാതെ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങളത് കാണാൻ ശ്രമിക്കാനാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം, അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാനാണ് ഇപ്പോൾ ഈ ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അടുത്ത് വന്നിട്ട് സിംപ്ലിസിറ്റിയാണ്. അപ്പം നിങ്ങൾ ഈ ഒരാഴ്ച ചിലപ്പോൾ ഇതിലൊരു ഫെദറാണുള്ളത്. ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫെദർ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഭാരരഹിതമായി ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഫെദറിന് ഒരു ഭാരമില്ലല്ലോ, കാറ്റത്ത് ഇങ്ങനെ പറന്ന് നടക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു പെയിൻ നിങ്ങളൊന്ന് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഭാരമൊന്നുമില്ലാതെ വളരെ കൂളായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. വളരെ സന്തോഷമായിട്ട്, വളരെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. ഈ ഒരു വീക്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ കുറേ കാര്യങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൽ ഹീലിംഗ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്താണെന്ന് ഒന്നുകൂടി ക്ലാരിറ്റി എടുക്കാം. 3 of Cupsൻ്റെ എനർജിയാണ്. ഹാങ്ഡ് മാനും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ വേറൊരു പെർസ്പെക്റ്റീവിലൂടെ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ മാറ്റി നിർത്തിയിരുന്ന ചില ആൾക്കാരെ നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ സാധ്യതയുണ്ട്. അവരുമായിട്ട് കൂടുതൽ നിങ്ങൾ അടുത്ത് ഇടപഴകാനുള്ള സാധ്യതയുണ്ട്, അവരെ സ്നേഹിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന ഏതോ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ സൗഹൃദമായിരിക്കാം, നിങ്ങൾ വീണ്ടും നിങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ
ആ സമയത്താണ് നിങ്ങൾ ചിലപ്പം എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി ചെയ്ത എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ കുറേ കാലം കൊണ്ട് ആ ഒരാളിനെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങൾ മാറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ഈഗോ ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഇത് നിങ്ങളോട് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ആരെങ്കിലും സ്വീകരിക്കുമായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും കാര്യം കൊണ്ട് മാറ്റി നിർത്തിയിരുന്നു എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഈഗോ കൊണ്ട് അവരെ നിങ്ങളെ മാറ്റി നിർത്തിയിരുന്നു എങ്കിൽ നിങ്ങളെ വീണ്ടും ഈ ഒരു സമയത്ത് അവർ വീണ്ടും അവരുടെ ഹൃദയത്തിലേക്ക് നിങ്ങളെ വീണ്ടും ചേർത്ത് പിടിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ മാറിപ്പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളാണ് ശരിയെന്ന് കാലം അവർക്ക് തെളിയിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ വ്യക്തികളെ ചിലപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഒഴിവാക്കിയതായിരിക്കാം. എന്തായാലും അവർക്കൊരു നല്ല തിരിച്ചറിവ് വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഹീലിംഗ് ചാവോസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ പണ്ട് ഉണ്ടായിരുന്ന നിങ്ങളുടെ ആ ഒരു വിഷമം തന്നെയാണ് കാണുന്നത്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ ഒരു പെയിൻ, നിങ്ങൾ പാസ്റ്റിൽ നടന്ന ആ ഒരു കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അതാണ് ഈ ഒരു 3 of Swordsന്റെ എനർജി വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷനിലാണ് എന്നാണ് കാണുന്നത്. ഈ സമയം നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ള കുറച്ച് വസ്തുതകളുണ്ട്. നിങ്ങൾ കുറേ കാര്യങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മളെപ്പോഴും പാസ്റ്റിൽ നമ്മളെ വേദനിപ്പിക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ ഇങ്ങനെ ഹൃദയത്തിൽ കൂട്ടി വയ്ക്കും. നമ്മൾ എല്ലാ സമയവും ഏതെങ്കിലും ഒരു പെയിൻ നമ്മളുടെ മുന്നിൽ കൊണ്ടുവന്നത് വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് പൊതുവെ അങ്ങനെയാണ്. നമ്മൾ എത്ര സന്തോഷത്തിലിരിക്കുന്ന ഒരു അവസരത്തിലായാലും ചിലപ്പോൾ പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരുമ്പോൾ നമ്മളങ്ങ് മൂഡ് ഓഫ് ആയി പോകും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ സമയം നിങ്ങളൊരു പരിവർത്തനമാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. അപ്പോൾ അത് ദൈവം അത് നിങ്ങളിലേക്ക് തരുമ്പോൾ നിങ്ങളും കൂടി അത് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു പെയിൻ, നിങ്ങളെ ചിലപ്പോൾ പറ്റിച്ചതായിരിക്കാം, നിങ്ങളെ മറ്റുള്ളവർ വേദനിപ്പിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ നിന്ന് കുറേ പൈസ എന്തെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടു പോയതായിരിക്കാം. എന്തൊക്കെ തന്നെ ആയാലും നിങ്ങളൊരു കോൺഫിഡൻസോടുകൂടി മുന്നോട്ടേക്ക് പോകേണ്ട ഒരു അവസരമാണിത്. അതിനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ദൈവം ഒരുക്കി തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ഹീലിംഗ് മാത്രമാണ്. പിന്നെ ഇത് ഹീലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ, എത്ര വലിയ പെയിൻ ഉണ്ടെങ്കിലും കുറേ കാലം കഴിയുമ്പോൾ അത് അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ പതിയെ മാറിപ്പോകും. കാരണം ആ മാറിപ്പോകണമെങ്കിൽ നമുക്ക് പുതിയൊരു കാര്യം വേണം. ചിലപ്പോൾ നമുക്ക് വേദനിക്കാൻ വേറൊരു കാര്യം കിട്ടുമ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. അങ്ങനെ ഈ സമയത്തൊരു വെയിറ്റിംഗ് വേണ്ട. നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ സെൽഫ് ലവ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ആൾറെഡി ഈ കാര്യങ്ങളൊക്കെ ഹീലായി പോകും എന്നുള്ളതാണ്. നിങ്ങൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ പ്രാധാന്യം നിങ്ങൾക്ക് കൊടുക്കുന്നൊരു സമയമുണ്ട്. ആ സമയം വന്നു കഴിയുമ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലാതായി പോകും. എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കും. പിന്നെ ഗോയിങ് ഫോർവേഡാണ്. എന്തായാലും മുന്നോട്ടേക്ക് തന്നെ പോകുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് വളരെ മുന്നിലേക്ക് എത്താൻ പറ്റുന്നൊരു സമയം കൂടിയാണ് ഇത്. കാരണം നിങ്ങളുടെ ഒരു വഴി ഇതിൽ തെളിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ദൈവം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയ്ക്കുള്ളൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. പുതിയ തരത്തിൽ പൈസ ഉണ്ടാക്കാനുള്ള ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. പുതിയ ഐഡിയയിലൂടെ നിങ്ങൾ പൈസ ഉണ്ടാക്കും, അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ ഒരു ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ പൈസയ്ക്ക് ഈ ഒരാഴ്ച നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നുള്ളതാണ് കാണുന്നത്. കാരണം ഈ സമയത്തൊരു സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ അതായിരിക്കും പ്രാർത്ഥിക്കുന്നത്. കാരണം എങ്ങനെയെങ്കിലും ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് മറികടക്കാൻ പറ്റണേ എന്ന്. അപ്പോൾ അതിനുള്ള വഴികൾ ദൈവം തരുന്നു എന്നാണ് കാണുന്നത്. 7 of Swordsന്റെ എനർജിയാണ്. ഹെർമിറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങളൊരു
ചീറ്റിങ്ങിൽ ചില ആൾക്കാരുടെ എണ്ണത്തെയാണ് ഒരു മറ്റുള്ളവർ ഈ പൈസയുടെ കാര്യം പറഞ്ഞ് എന്തെങ്കിലും ഒരു പറ്റിക്കാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ഒരു ഷെയർ മാർക്കറ്റിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഓൺലൈൻ ബിസിനസ്സിലോ ഒക്കെ നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ തരാമെന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ പ്രലോഭിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കുക. അതിലൊരു പൈസയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരാഴ്ച ഒരു ചീറ്റിംഗ് വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ കാര്യം കേട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് അതിൽ കൂടുതൽ ആകൃഷ്ടരായി അങ്ങോട്ട് പൈസ കൊണ്ട് കൊടുക്കാൻ പോകാതിരിക്കുക. പൈസ നഷ്ടം വരാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ചീറ്റിംഗ് എനർജി വരാൻ സാധ്യതയുണ്ട്, ചീറ്റിംഗ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ ഹെർമിറ്റ് ആണ് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ ഒതുങ്ങി കൂടുന്നൊരു സമയം കൂടിയാണ് ഈ ഒരാഴ്ച. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുമായിരിക്കാം. നിങ്ങൾ ഒരു സ്പിരിച്വൽ പ്രാക്ടീസസ് എന്തെങ്കിലും നിങ്ങൾ തുടങ്ങുന്നുണ്ടായിരിക്കാം, മെഡിറ്റേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനകളോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. കൂടുതൽ സൈലൻ്റ് ആയിട്ടിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും. ഈ ഒരു 1 വീക്കിൽ കൂടുതൽ ബഹളങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നിങ്ങളൊന്ന് നിങ്ങളിലേക്ക് ഒന്ന് ഒതുങ്ങിക്കൂടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇതിൽ മോണോളജിയിൽ നിന്ന് നമുക്ക് നോക്കാം എന്താണ് ഈ ആഴ്ച നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന്. നിങ്ങൾ ഇപ്പം ഏത് സിറ്റുവേഷനിലായാലും അതിനെ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ന്യൂ മൂണിൻ അക്വേറിയസ് ആണ്. അപ്പോൾ ബ്രിങ് ലവ് ഇൻ ടു ദ സിറ്റുവേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഏത് മോശം സിറ്റുവേഷൻ ആയാലും ഇപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ പറ്റാത്ത ഒരാളാണ് നമ്മളുടെ കൂടെ ഉണ്ടെങ്കിലും ആ സിറ്റുവേഷനെ നമ്മളൊന്ന് സ്നേഹിക്കാൻ പറയുന്നുണ്ട്. അല്ലാതെ അതിനെ നമുക്ക് എതിർക്കാൻ തുടങ്ങിയാൽ കൂടുതൽ നെഗറ്റീവ് നമ്മളിലേക്ക് വരും. നമ്മൾ പൂർണ്ണമായും ഒരു നെഗറ്റീവിലായി പോകും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ചിലപ്പോൾ എന്ത് തന്നെയോ ആകട്ടെ അതിൽ സ്നേഹം കൊണ്ടുവരാനാണ് ഈ ഒരു സിറ്റുവേഷനിൽ കൂടുതൽ സ്നേഹം കൊണ്ടുവരാനാണ് നിങ്ങളോട് ഇപ്പോൾ പറയുന്നത്. യു ആർ വെരി ക്ലോസ് ടു അച്ചീവിങ് യുവർ ഗോൾസ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം ആ ഒരു കാര്യം നിങ്ങളുടെ ഏറ്റവും അടുത്താണെന്നാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഒരുപാടിന് കാത്തിരിക്കേണ്ടതില്ല. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇനി ആ ഉത്തരം കാണാൻ ഇനി ഒരുപാട് കാത്തിരിക്കേണ്ടതല്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വീടോ ചിലപ്പോൾ ഒരു കാറോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഒക്കെ ആണെങ്കിൽ ഏത് ആയാലും അത് നിങ്ങളുടെ അടുത്തെത്തി എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ വളരെ ക്ലോസ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഇനി പിന്തിരിഞ്ഞു പോകരുത്. ചിലപ്പോൾ കുറേ കാലം വെയിറ്റ് ചെയ്തിരുന്ന കാര്യം ഇനി എനിക്ക് വയ്യ മതിയാക്കാം എന്ന് വിചാരിക്കരുത്. ഇതിൽ ചിലപ്പോൾ ഒരു ട്രാവൽ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ മടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. കുറേ കാലം കൊണ്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് നിങ്ങളിപ്പോൾ മൈഗ്രേറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ പഠിക്കാൻ പോകണമെന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ കുറേ കാലം ചിലപ്പോൾ നിങ്ങളുടെ ക്ഷമ നശിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളതൊന്ന് മതിയാക്കിയിട്ട് ക്ലോസ് ചെയ്യാമെന്നാണ് വിചാരിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ അതിനടുത്തെത്തിക്കഴിഞ്ഞു. നിങ്ങൾ എപ്പോഴോ അത് വേണ്ടെന്ന് വെക്കുന്ന സമയം അത് നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള തീരുമാനത്തിൽ നിന്ന് ഒഴിവാകുക എന്നുള്ളതാണ്. കുറച്ച് ദിവസം കൊണ്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി ആണ് ഈ സമയം. നിങ്ങൾ അത് റിലീസ് എന്ന് പറയുന്ന കാർഡും ആദ്യം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ നെഗറ്റീവ്സിനെ റിലീസ് ചെയ്യാനുള്ളൊരു സമയമാണ് ഈ ഒരു 1 വീക്ക്. നിങ്ങൾ ക്ലെൻസ് ചെയ്യുക, നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ അതൊക്കെ പതിയെ അത് ഇല്ലാതാക്കി കളയാൻ ശ്രമിക്കുക. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. അത് കപാൽഭാതി ചെയ്യുകയോ അല്ലെങ്കിൽ അനുലോം വിലോം അത് ചെയ്യുകയോ ചെയ്യണം. അത് നല്ലതാണ് കേട്ടോ. കാരണം നമ്മളുടെ ഉള്ളിലുള്ള കുറേ ആ ടോക്സിക് ആയിട്ടുള്ള എനർജി പുറത്തു പോകും. നിങ്ങൾ അനുലോം വിലോം ചെയ്താലും മതി. അപ്പോൾ ശരിക്കും ബ്രീത്തിങ് എക്സസൈസ് ഏതായാലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ ബ്രീത്തിങ് എക്സസൈസ് ഈ ഒരു 1 വീക്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ചെയ്ത് നിങ്ങളുടെ നെഗറ്റിവിറ്റിയെ നിങ്ങളൊന്ന് റിലീസ് ചെയ്ത് കളയണം എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ഇതാണ് ഒരാഴ്ചത്തെ നിങ്ങളുടെ ഗൈഡൻസ്. ഈ ഒരാഴ്ച ഇതാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ സാഹചര്യവുമായിട്ട് മാച്ചാകുന്ന കാര്യം മാത്രം എടുക്കുക, അല്ലാത്തത് നിങ്ങൾ വിട്ട് കളയുക. കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്.
പിന്നെ ഇത് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഈ ഒരാഴ്ച മുഴുവൻ ഇരിക്കാൻ പറ്റട്ടെ. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു.